ഈ മനുഷ്യനെ പാപത്തിൽ അടയ്ക്കുവാനായിട്ട് ദൈവം മനുഷ്യനോട് അങ്ങനെ അനുവാദമൊന്നും ചോദിക്കുന്നില്ല. കാരണം ഇല്ലില്ല. ഒരു കൽപ്പനയിലൂടെ പെട്ടെന്ന് ഒരു മനസ്സുമാറ്റം സംഭവിക്കുന്ന ഹവ്വയെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. പെട്ടെന്നൊരു മനസ്സുമാറ്റം. അന്ന് വരെയും ഉം. ഹവ്വ പറഞ്ഞത് ഈ ഈ ദൈവം അത് തുടരുതെന്ന് പോലും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷിക്കരുത്, തുടരുതെന്ന് പോലും പറഞ്ഞിട്ടുണ്ടെന്ന് വളരെ കർക്കശത്തോടു കൂടി ഹവ്വ അത് പറഞ്ഞിരുന്നു ഈ സിഗത്താനോട്. എന്നാൽ ഈ സാത്താന് ഈ ഹവ്വയുടെ ഉള്ളിൽ ഒരു ചെറിയ മനംമാറ്റം ഉണ്ടാക്കുവാനായിട്ടുള്ള തന്ത്രങ്ങളാണ് അവിടെ ഈ സാത്താൻ പ്രയോഗിക്കുന്നത്. കാരണം എന്താ? ആ തന്ത്രം എന്ന് പറയുന്നത് ആ പഴം കാണാൻ നല്ലതാണെന്നും തിന്നാൻ അത് രുചിയുള്ളതാണെന്നും അത് ജ്ഞാനം പ്രാപിക്കാൻ കാമ്യവുമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഹവ്വയെ എത്തിക്കുവാനായിട്ട് ഈ സാത്താന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ മനുഷ്യന്റെ അനുവാദം ചോദിക്കാതെ മനുഷ്യൻ തന്റെ സ്വന്തം നിരൂപണത്തില് ആ ഒരു പാപത്തിന്റെ കരങ്ങളിലേക്ക് അടയ്ക്കപ്പെടുക എന്നുള്ള ഒരു രീതിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത്രത്തോളം ഒരു പൂർണ്ണതയെ മനുഷ്യന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നീട് മനുഷ്യൻ വളർന്നു, അവൻ ജീവിച്ചു, ഇടയിൽ വെച്ച് ക്രിസ്തുയേശുവിനെ കുറിച്ച് കേൾക്കാനായി. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, ഇതിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ, നിന്റെ പങ്കാളിത്തം തരുവാൻ നിനക്ക് ഇഷ്ടമാണോ? ഇതാ ദൈവം ചോദിക്കുന്നത്. അവനെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ ദൈവം വിട്ടിരിക്കുകയാണ്. ഒരു പാപ ഉവ്വ. സ്വഭാവം കൊടുത്ത്, ഒരു പാപപ്രകൃതമുള്ള ജഡം കൊടുത്ത്, നന്മതിന്മകളെ കുറിച്ച് അറിവുള്ള ഒരു 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 ബുദ്ധി പകർന്നു കൊടുത്ത് ദൈവം അവനെ ഇങ്ങനെ ജീവിക്കാൻ വിടുമ്പോൾ ദൈവം അതിനിടയിൽ കയറി ചോദിക്കുകയാണ്, നിനക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട്, നിന്നിൽ ഒരു പാപ സ്വഭാവമുണ്ട്, ഈ പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ഒരു പങ്കാളിത്തം തരുവാനായിട്ട് നിനക്ക് ഇഷ്ടമുണ്ടോ എന്ന് ദൈവം മനുഷ്യരോട് ചോദിക്കുന്നു. അങ്ങനെ ആ പങ്കാളിത്തം ദൈവത്തിന് കൊടുക്കുന്ന ഓരോ മനുഷ്യർക്കും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ദൈവത്തിന്റെ ഈ ചോദ്യം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഈ കൃപ എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനെയും രക്ഷിക്കുവാനായിട്ട്, അതാണ് ദൈവത്തിന്റെ കൃപ. ബ്രദറിനോടും എന്നോടും ഒക്കെ ചോദിച്ചു, നിനക്ക് രക്ഷിക്കപ്പെടുവാൻ താല്പര്യമുണ്ടോ? അപ്പൊ നമുക്കുണ്ടെന്നുള്ള നമ്മുടെ ആ പങ്കാളിത്തം നമ്മൾ ദൈവത്തിന് കൊടുത്തു. ദൈവമേ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ സഹായിക്കണം. അപ്പോഴാണ് യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വാസം എന്ന് പറയുന്ന ദൈവവ്യവസ്ഥ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഈ ബന്ധത്തിലേക്ക് ഒരു ഒരു എന്താ പറയുന്ന ഒരു ഉപാധിയായിട്ട് വരുന്നു, ഒരു കണ്ടീഷനായിട്ട് വരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതായത് ഈ കണ്ടീഷൻ അനുസരിക്കുന്ന മനുഷ്യന് മാത്രമേ രക്ഷയുള്ളൂ. രക്ഷ ദൈവം നമുക്ക് സൗജന്യമായിട്ട് നൽകുന്നതാണെന്ന് നാം പലപ്പോഴും പറയാറുണ്ട്, നാം പഠിപ്പിക്കാറുണ്ട്. എങ്കിലും വിശ്വാസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ അതിനുള്ളിൽ ഉണ്ട്. അങ്ങനെ മനുഷ്യന്റെ രക്ഷ എന്ന് പറയുന്നത് വ്യവസ്ഥാപിതമാണ്, വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെട്ടുള്ളതാണ്. പലപ്പോൾ ചിലപ്പോ ഇങ്ങനെ പറയുമ്പോ പെട്ടെന്ന് ഈ സുവിശേഷത്തെ കുറിച്ച് കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അത് അംഗീകരിക്കാനായിട്ട് കഴിയും. അവർ പറയും, രക്ഷ എന്ന് പറയുന്ന യാതൊരു കണ്ടീഷനും ഇല്ല ബ്രദറെ, അത് വ്യവസ്ഥാപിതമല്ല, ദൈവം നമുക്ക് തീർച്ചയായിട്ടും അല്ല, സൗജന്യമല്ല. നമുക്ക് ഭൂമിയിലെ മറ്റെല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മുടെ പ്രവൃത്തി അവിടെ ചെയ്താൽ മതി, അല്ലെ? പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും അനുഭവിക്കാൻ പറ്റുമോ? അപ്പൊ അതും വ്യവസ്ഥകൾക്ക് വിധേയമല്ലേ നമ്മൾ ഭൂമിയിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ? വ്യവസ്ഥകൾക്ക് വിധേയമാണ്. നാം എന്തെങ്കിലുമൊക്കെ ചെയ്യണം, തൊഴിൽ ചെയ്യണം, വിദ്യ അഭ്യസിച്ച് നമ്മൾ ജോലി നേടണം, വേണ്ടേ? നമ്മളൊരു വാഹനത്തിന്റെ മുമ്പിലേക്ക് അപകടത്തിൽപ്പെടാൻ പോകുമ്പോൾ നമ്മൾ ഓടി മാറണം, അല്ലെ ഒരു മൃഗം നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ഓടി തടിയെടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു വ്യവസ്ഥയുണ്ട് ഇവിടെ. അത് നമ്മൾ പ്രയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവൂല. ഇതേപോലെ തന്നെയാണ് ആപത്ത് വരും. ഇതുപോലെ തന്നെയാണ് നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് ദൈവം വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യവസ്ഥയ്ക്ക് ആണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി സൗജന്യമായി ഈ ഭൂമിയിൽ എക്കാലവും അതൊരു നിശ്ചിത സമയം വരെ നിലനിൽക്കുമ്പോൾ വിശ്വസിക്കുക എന്നുള്ള ഒരു പങ്കാളിത്തം ദൈവവുമായിട്ട് കൊണ്ടുവരുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയുടെ കീഴിലേക്ക് കടന്നു വരുന്ന മനുഷ്യന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. അപ്പം രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ കൃപയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നാം രക്ഷിക്കപ്പെടുന്നത് കൃപയാൽ മാത്രമല്ല, നമ്മുടെ വിശ്വാസത്താലും കൂടിയാണ്. അതുകൊണ്ട് കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ദൈവത്തിന്റെ തിരുവെഴുത്ത് അവിടെ നിറവേറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ